The table below shows the workers in a factory sorted according to their daily wages. Calculate the median daily wage. ഒരു തൊഴിൽശാലയിൽ പലതരം ജോലി ചെയ്യുന്നവരുടെ എണ്ണം ദിവസക്കൂലി അനുസരിച്ച് എഴുതിയ പട്ടികയാണിത്. ദിവസക്കൂലിയുടെ മധ്യമം കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ടേബിളിന്റെ മധ്യമം കാണണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ മധ്യമം കാണണമെന്നുണ്ടെങ്കിൽ ആ ജോലിക്കാരുടെ എണ്ണം നമ്മൾ ഇങ്ങനെ കൂട്ടി പോകണം. ടോട്ടൽ എത്ര വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അതിവിടെ കണ്ടെത്തിയാണ് ഈ സൈഡിൽ മൂന്നാമത്തെ ടേബിളിലുള്ളത്. ആദ്യം എത്ര വർക്കർ ഉണ്ട്? 2 ആള്. ആ 2ലേക്ക് 4 കൂട്ടുമ്പോൾ 6, 6ലേക്ക് 5 കൂട്ടിയാൽ 11, 11ലേക്ക് 7 കൂട്ടിയാൽ 18, 18ലേക്ക് 5 കൂട്ടിയാൽ 23, 23ക്ക് 4 കൂട്ടിയാൽ 27, 27ക്ക് 3 കൂട്ടിയാൽ 30. ഓക്കെ, ആദ്യത്തെ നമ്പർ അതേപോലെ എഴുതും. പിന്നെ താഴെ കാണുന്ന ഓരോ നമ്പറുകൾ ഇങ്ങനെ കൂട്ടി പോവുക. 2, 2ക്ക് 4 കൂട്ടിയാൽ 6, 6ഉം പിന്നെ 5, 11, 11ഉം 7ഉം 18, 18ഉം 5 23, 23 4 27, 27ക്ക് 3 കൂട്ടിയാൽ 30. അപ്പോ ഇവിടെ എത്ര വർക്കേഴ്സ് ഉണ്ട്? ടോട്ടല് 30 വർക്കേഴ്സ് ഉണ്ട്. എത്ര വർക്കേഴ്സ് ഉണ്ട്? 30 വർക്കേഴ്സ് ഉണ്ട്. 30 എന്ന് പറയുന്നത് ഈവൺ നമ്പർ അല്ലേ? അപ്പൊ 2 പേരുണ്ടാകും. 30ന്റെ പകുതിയായ 15ഉം അതേപോലെ തന്നെ 16ാമത്തെ ആളെയും നമ്മൾ എടുക്കണം. 15ഉം 16ഉം എവിടെ വരും? അതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. 1 മുതൽ 2 വരെ ഇവിടെ വരും. പിന്നെ 3 മുതൽ 6 വരെ, 7 മുതൽ 11 വരെ, 12 മുതൽ 15 വരെ ഈ 700ലാണ് വരുന്നത്. 12 മുതൽ 15 അല്ല, 12 മുതൽ 18 വരെ 700 വരും. അപ്പൊ ഈ 12 മുതൽ 18 വരെയുള്ള നമ്പറിൽ പെടൂലേ നമ്മളുടെ ഈ 15ഉം 16ഉം അല്ലെ? 12ന്റെ വാല്യൂ 500 ആണ്. അഥവാ ആദ്യത്തെ 2 എണ്ണം 400, പിന്നെ അടുത്ത 4 എണ്ണം 500, പിന്നെ അടുത്ത 5 എണ്ണം 600, അങ്ങനെയുള്ള പോണ്. അപ്പോ 12ാമത്തെ നമ്പർ തൊട്ട് 18ാമത്തെ നമ്പർ വരെ 700 ആയിരിക്കും. അപ്പൊ 15ാമത്തെ നമ്പറും 16ാമത്തെ നമ്പറും എന്താണ്? 700 ആണ്. 2 സംഖ്യകൾ സെയിം നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജും ആ നമ്പർ തന്നെയായിരിക്കും. അപ്പോ ഇവിടുത്തെ മീഡിയൻ അല്ലെങ്കിൽ മധ്യം എന്ന് പറയുന്നത് എത്രയാണ്? 700.